നമ്മുടെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് സ്പർഗിയർ ആണ്. നിങ്ങൾ സ്ക്രീനെ കാണുന്നതാണ് സ്പർഗിയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിനി അസംബിൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യം പറയുന്ന പോലെയാണ് സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, പാർട്ട് ഡിസൈൻ, ഏതെങ്കിലും പേര് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും പ്ലെയിൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് എസ് പ്ലെയിൻ ആണ്. സ്കെച്ച് കൊടുക്കുന്നു. ഇനി തന്നിരിക്കുന്ന ഡയമെൻഷൻ അനുസരിച്ചുള്ള ഫിഗർ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ആദ്യം വരയ്ക്കുന്ന ഔട്ടർ സർക്കിൾ, അതായത് നമ്മൾ റേറ്റ് ചെയ്യേണ്ട ഔട്ടർ വരയ്ക്കാൻ പോകുന്ന അതിലെ സർക്കിൾ സെലക്ട് ചെയ്യുന്നു. സെൻറ്റേർഡ് സർക്കിൾ വരയ്ക്കുന്നു. റേഡിയസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ചുള്ള റേഡിയസ് അനുസരിച്ച് വരയ്ക്കുക, കൊടുക്കുക. ഇനി ഇത് പാഡ് ചെയ്യുക, വർക്ക് ബെഞ്ച് എക്സിറ്റ് ചെയ്യുക, പാഡ്, മിറേഡ് എക്സ്റ്റെൻഡ്, പാഡ് ചെയ്യേണ്ട ലെങ്ത് ചോദിച്ചതിനകത്തുണ്ടായിരിക്കും, അതനുസരിച്ച് ചെയ്യുക. അത് ഓക്കെ, നമ്മുടെ ടീത്ത്. ഇനി ഈ സർഫസ് സെലക്ട് ചെയ്യാൻ നമുക്ക് ടൂത്ത് വരയ്ക്കാനായിട്ടുള്ളതാണ്. അത് സെലക്ട് ചെയ്യുക, ഈ സർഫസ് സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. ഇനി ഈ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. അതായത് പ്രൊജക്റ്റ് 3D എലമെന്റ്സ് കൊടുക്കുക, സെലക്ട് ചെയ്യുക. അപ്പോൾ അത് പ്രൊജക്റ്റ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. എല്ലാ കളറിലും ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ടൂത്ത് ജനറേറ്റ് ചെയ്യാൻ പോകണം. അതിന് ആദ്യം പ്രൊഫൈൽ എടുക്കുക, ഇങ്ങനെ ഒരു പ്രൊഫൈൽ വരയ്ക്കുക. അതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ ക്ലാസ് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15, ഈ ലെങ്ത് എന്ന് പറയുന്നത് 6, എന്ന് പറയുന്നത് 10. ഇനി ഒന്ന് സൂമിൻ ചെയ്യുക. ഇനി സർക്കിളിൻ്റെ അവിടെ 3 പോയിന്റ് ആർക്ക് വിത്ത് ലിമിറ്റ്സ് എടുക്കുക. ഈ രണ്ട് ലൈനും ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിഗറിനകത്ത് തന്നിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് അതിൻ്റെ റേഡിയസ് ആക്കുക. ഓക്കെ, ഇനി ഇതെല്ലാം എന്ത് ചെയ്യുക, മിറർ ചെയ്യുക. മിറർ ചെയ്യാനായിട്ട് മിറർ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇൻസെർട്ട്, ഓപ്പറേഷൻ, ട്രാൻസ്ഫർമേഷൻ, മിറർ എടുക്കുക. ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, വീണ്ടും ഇൻസെർട്ട്, മിറർ എടുക്കുക. ഈ ലൈൻ സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഒന്നുകൂടെ ഒന്ന് സൂമിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ജോയിൻ്റ് ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യണം. ഞാൻ ഈ ലൈൻ ആദ്യം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട്, ഓപ്പറേഷൻ, ലിമിറ്റേഷൻ, ട്രിം എടുക്കുക, ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസേർട്ട്, ഓപ്പറേഷൻ, ലിമിറ്റേഷൻ, ട്രിം എടുക്കുക, ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ജോയിൻ ആയിട്ട് കാണുന്ന നമുക്ക് പറ്റും. ഇനി ഇതേപോലെ തന്നെ വീണ്ടും ഇൻസേർട്ട്, ഓപ്പറേഷൻ, ലിമിറ്റേഷൻ, ക്യൂബ് ട്രിം, ഔട്ടർ സർഫസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക. ഒന്ന് സൂം ഔട്ട് ചെയ്യുക. ഈ അടുത്ത സെൻട്രൽ ലൈൻ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ക്യൂബ് ട്രിം ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ ടൂത്തിൻ്റെ പ്രൊഫൈൽ നമുക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. അതിന് വർക്ക് ബെഞ്ച് എക്സിറ്റ് ചെയ്യുക, ആഡ് ചെയ്യേണ്ട ലെങ്ത് നോക്കുക, റിവേഴ്സ് ഡയറക്ഷൻ കൊടുക്കുക. ആഡ് ചെയ്യേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 60 ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടൂത്ത് എന്ന് പറയുന്നത് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ടൂത്ത് വരയ്ക്കുന്നത്? ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ സർഫസിൻ്റെ മൊത്തം നമുക്ക് എന്ത് വേണം, ടൂത്ത് വരാം. ഇനി അതാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ടൂത്ത് ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ എങ്ങനെയാണ് ബാക്കിയുള്ള ടൂത്ത് വരയ്ക്കുന്നത് കാണിച്ചത്. ഇനി നമുക്കിവിടെ സർക്കുലർ പാറ്റേൺ ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻസേർട്ട്, ട്രാൻസ്ഫർമേഷൻ ഫീച്ചേഴ്സ്, അതിനകത്ത് ഈ പറയുന്ന സർക്കുലർ പാറ്റേൺ കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം സർക്കുലർ പാറ്റേൺ, ആദ്യം ഈ പാഡ് നമ്മൾ എങ്ങനെയാണോ പാഡ് ചെയ്യുന്നത് ആ പാഡ് സെലക്ട് ചെയ്യുക, സർക്കുലർ പാറ്റേൺ എടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമതാണ് ഈ പറയുന്ന ത്രെഡ്, അല്ലെങ്കിൽ നമ്മൾ ഗിയർ ടൂത്ത് നമ്മൾ പാഡ് ചെയ്ത്, അപ്പോൾ ആ പാഡ് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സർക്കുലർ പാറ്റേൺ സെലക്ട് ചെയ്യുക. ഇവിടെ ഇൻസ്റ്റൻസസ് ടോട്ടൽ ആംഗിൾ ആക്കുക. ഇൻസ്റ്റൻസ് എന്നുള്ളത് എത്രയാണോ ഗിയർ ടൂത്ത് ഉള്ളത് അത്രയും ആക്കുക. അതിപ്പോൾ ഞാൻ 15 കൊടുക്കുന്നു. ടോട്ടൽ ആംഗിൾ മാറ്റി 360 ഡിഗ്രി ആക്കുന്നു. സെലക്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഈ സർഫസ് സെലക്ട് ചെയ്യുന്നു, ഫ്രീ കൊടുക്കുന്നു. നമ്മുടെ ഗിയർ ടൂത്ത് ഇവിടെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗിയർ ടൂത്ത് ജനറേറ്റ് ചെയ്ത്. ഓക്കെ, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരയ്ക്കണം. അതിന് വീണ്ടും ഈ പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് രണ്ട് സർക്കിൾ വരയ്ക്കുക. സെൻറ്റേർഡ് സർക്കിൾ എടുക്കുന്നു, സർക്കിൾ വരയ്ക്കുന്നു, വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുന്നു,
ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ഫിഗറിനകത്തുണ്ടായിരിക്കും, അതനുസരിച്ച് വരച്ചാൽ മതി. എടുക്കുന്നു. ഇനി ഇതിനെ നമുക്കൊന്ന് പോക്കറ്റ് ചെയ്യണം. അതിന് വീണ്ടും വർക്ക് ബെഞ്ച് എക്സിറ്റ് ചെയ്യുന്നു. പോക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിവിടെ സെലക്ട് ചെയ്യുന്നു. പോക്കറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 10 കൊടുക്കുന്നു. തൂക്കി നോക്കുന്നു. നമ്മുടെ പോക്കറ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്യണം. ഈ സൈഡ് സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. വീണ്ടും ഇതേപോലെ തന്നെ ഒരു സർക്കിൾ വരയ്ക്കുന്നു. വീണ്ടും ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതിനെ കൺസ്ട്രെയിൻ ചെയ്യുന്നു. സെറ്റ് ചെയ്യുന്നു, പോക്കറ്റ് ചെയ്യുന്നു. നമ്മൾ രണ്ട് സൈഡിലും പോക്കറ്റ്. ഈ സൈഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഹോൾഡ് ഇടണം. ഹോൾഡ് ഇടണമെങ്കിൽ വീണ്ടും സർക്കിൾ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ നമുക്ക് വരയ്ക്കണം. അതിന് വീണ്ടും നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ലൈൻ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുമായിരിക്കും. നമ്മുടെ കൺസ്ട്രക്ഷൻ ലൈൻ ഇത് ഓൺ ആക്കി ഇടുക. വീണ്ടും സർക്കിൾ സെലക്ട് ചെയ്യുക, ഒരു കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുക. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം, പക്ഷെ അതിൻ്റെ റേഡിയസ് വരുന്നത് 40ആണ്. ഇനി വീണ്ടും സർക്കിൾ നമുക്ക് ഹോൾഡ് ഇടണം. അതിന് സർക്കിൾ സെലക്ട് ചെയ്യുക, ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുക. അതിന് മുമ്പ് ഈ കൺസ്ട്രക്ഷൻ ലൈൻ ഓഫ് ആക്കുക. ശേഷം സർക്കിൾ സെലക്ട് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായിരിക്കും. ഇളക്കുക, കൊടുക്കുക. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കി സർക്കിൾ നമുക്ക് വരയ്ക്കണം. അതിന് ചെയ്യേണ്ടത് ഈ സർക്കിൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ബാക്കി ഹോളോട് ഇടണം. അതിനെടുക്കുന്ന ഈ സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ഫീച്ചേഴ്സിൻ്റെ അവിടെ അല്ലെങ്കിൽ ഇൻസേർട്ട് ഓപ്പറേഷൻ ട്രാൻസ്ഫോർമേഷൻ്റെ അവിടെ റൊട്ടേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുക, സെലക്ട് ചെയ്യുക. ഇൻസെൻസ് എന്നുള്ള എത്ര ഹോളാണോ അതനുസരിച്ച് സെലക്ട് ചെയ്യുക. സെൻറ്റർ പോയിന്റ് സെലക്ട് ചെയ്യുക, ഈ സർക്കിൾ സെലക്ട് ചെയ്യുക. ഇങ്ങനെ ആക്കി ക്ലോസ് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 ഹോൾ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് വർക്ക് ബെഞ്ച് എക്സിറ്റ് ചെയ്യുക, പോക്കറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. സെക്കൻഡ്. ഓക്കെ, ഇപ്പം ഹോളിൻ്റെ ഇത് വന്നിട്ടുണ്ട്. നമ്മളിനി പോക്കറ്റ് ചെയ്യുക. അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഫുൾ ലെങ്ത് 60, റിവേഴ്സ് ഡയറക്ഷൻ തിരുപ്പി നോക്കുക. ഓക്കെ കൊടുക്കുക. നമ്മുടെ ഹോൾ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ബാക്കി കാര്യങ്ങൾ നമ്മൾ വരയ്ക്കാൻ നടുക്കത് ഒരു ഹോളൊക്കെ ഉണ്ട്, അതൊക്കെ ഇടണം. അതിന് വേണ്ടി ഈ പറയുന്ന പ്ലെയിൻ സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. ഇന്നർ ഡയമീറ്റർ ഉള്ളൊരു സർക്കിൾ ആദ്യം വരയ്ക്കണം. സർക്കിൾ സെലക്ട് ചെയ്യുന്നു, വരയ്ക്കുന്നു. ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫിഗറിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിനനുസരിച്ച് വേഗം വരയ്ക്കുക. ഇതൊന്ന് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. വർക്ക് ബെഞ്ച് എക്സിറ്റ് ചെയ്യുക. വീണ്ടും പോക്കറ്റ്, റിവേഴ്സ് ഡയറക്ഷൻ, റിവ്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെർ ഗിയർ. ഇതാണ് സ്പെർ ഗിയർ എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. സേവ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഫയല് സേവേഴ്സ് കൊടുക്കുക. ഇനി ഇത് ഡ്രാഫ്റ്റ് ആണെങ്കിൽ സ്റ്റാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, ഡ്രാഫ്റ്റിങ്, ഏതെങ്കിലും ഒരു വ്യൂ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ വ്യൂ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനനുസരിച്ച് ഇനി ഏതെങ്കിലും ഡയമെൻഷൻ ഇവിടെ നമുക്ക് റേഡിയസ്, ഡയമീറ്റർ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത് അതൊക്കെ അടയാളപ്പെടുത്താം. റേഡിയസ് ആണ് എനിക്ക് വേണമെങ്കിൽ റേഡിയസ് സെലക്ട് ചെയ്യുന്നു, ഈ സർക്കിൾ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ റേഡിയസിൻ്റെ സൈസൊക്കെ ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ റേഡിയസ് 6 നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലെങ്ത് ആണ് വേണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുന്നു. ഈ ലെങ്ത്, ഇത് ഫുള്ളുള്ള ലെങ്ത്, അതായത് ഈ ലെങ്ത് തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ഇത്രയാണ്. ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മാറ്റും. അങ്ങനെ അപ്പോൾ ഇതേപോലെ തന്നെ എന്നിട്ട് നേരെ അതുപോലെ തന്നെ മറ്റേ ഷീറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ എഡിറ്റിൻ്റെ അവിടെ പോയി ഷീറ്റ് ബാക്ക്ഗ്രൗണ്ട് എടുത്ത് അങ്ങനെയൊക്കെ മാറ്റുക. നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതാണ് സ്പെർ ഗിയർ എന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.